അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം ചേർത്തു. ഇനി അതൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്ക് പായസമായി അല്ലേ? പായസമായി കഴിഞ്ഞിരിക്കുന്നു. വരുമ്പം ഒന്നാം പാൽ രണ്ടാം പാൽ എന്ന് പറഞ്ഞ പോലെ പിന്നെയും തേങ്ങാപ്പാൽ ചേർക്കണം. നമ്മൾ തേങ്ങാപ്പാൽ ആദ്യം ചേർത്ത് അത് കഴിഞ്ഞ് പിന്നെ മിൽമയുടെ പാൽ പിന്നെ തേങ്ങാപ്പാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേക ഒരു കാര്യം ടേസ്റ്റ് വരും. ഓണം is going in vibrant, colorful way in Kerala. അതിപ്പോൾ വഴറ്റി എൻ്റെ പാകത്തിനിരിക്കുകയാണ്. അത് ഞാനാണെങ്കിൽ അത് സെപ്പറേറ്റ് കുറയ്ക്കും, പിന്നെ അതും കഴിക്കായിരുന്നു. നമുക്ക് കാര്യമല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ പായസം ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും. കാരണം ഈ അടയും ശർക്കരയും കൂടെ പശ പോലെ അതിൻ്റെ അടിയിലെ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ എന്തെങ്കിലും അതുകൊണ്ട് ഇളക്കി കഴിഞ്ഞ് പായസം അടിയിൽ പിടിക്കുന്നില്ല. ശർക്കര കരിപ്പോട്ടിയോ? ശർക്കര ഇല്ലേ? കരിപ്പോട്ട് ഉപയോഗിക്കില്ല. ശർക്കര ഇപ്പോൾ കളർ കഴിഞ്ഞ് അതിൻ്റെ കളർ മാറുന്ന അത്ര ഇരിക്കരുത്. ഇപ്പം പോകാം. സാധാരണ പായസം വെക്കാൻ നമുക്ക് ഒരുപാട് ഐറ്റംസ് ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചാണ് ഇത് വെക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ പായസത്തിന് പ്രത്യേകത ഒന്നുമില്ല. ലേശം നെയ്യ് ചേർക്കാം. നെയ്യ് അടപ്പായസമാണ് വെക്കുന്നത്. അതിൽ അടയുണ്ട്, പിന്നെ ചൗവരി, പിന്നെ ശർക്കരയുടെ പാനി, അങ്ങനെ ഒരുപാട് കുറച്ച് ഐറ്റംസ് അതൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്.